നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം വേണം. അപ്പൊ വന്താൻ തലവരവ മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തെ മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാ. അല്ല അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പുഞ്ചിരിക്കുന്നുണ്ട്. ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? ഈ നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി താങ്കൾ എന്തിനാ ഇഷ്ടമാണ് പറയുന്നത് മോശം കാര്യമാണോ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറ. അല്ല എനിക്ക് ഇഷ്ടമാണ് ട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. അയാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. കല്യാണം കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. അതാണല്ലേ ഇതൊരു തെറ്റാണോ? ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കിയില്ല? ഇവിടുത്തുകാർക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. ഇതൊരു തെറ്റാണോ? അത് തെറ്റൊന്നുമില്ല. കാണുന്ന എല്ലാ ഓരോ ദിവസം റിജക്ട് ചെയ്യുമ്പോഴാണ് അടുത്ത ആളടുത്ത് പോകണം. മഹത്തായ ചിന്താഗതി. താങ്കൾ നിഷ്കളങ്കനാ. മോളെ ഇവൻ നല്ല ചെറുക്കനാ. താങ്കളെ കുറിച്ച് പറയുമ്പോൾ ഈ കോഴിയുടെ കൊക്കിന്റെ കാര്യം പറയേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? വേറെ നടീന്റെ പേര് പറഞ്ഞ ന്യൂസ് ഇടുന്നു. ഇയാളുടെ പ്രശ്നമല്ല. ഇതൊക്കെ ന്യൂസ് കൊടുത്ത് ഇയാളെ ഇതാക്കുന്ന ഇവരുടെ പ്രശ്നമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. സന്തോഷ് ഇപ്പൊ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റി കൊണ്ടുവരുന്നതിനാ. സന്തോഷ് എങ്ങനെ പോപ്പുലർ ആയത്? മറ്റേത് പുള്ളിത്തരും കയറി വരുമ്പോ അദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. നടന്മാർക്കും കൈ കൊടുക്കും, നടിമാർക്ക് കൈ കൊടുക്കും. നടിമാർക്ക് കൈ കൊടുക്കാൻ മാത്രമേ വരുള്ളൂ. നടന്മാർക്ക് കൈ കൊടുത്താൽ കൊടുത്തോടനെ വലിക്കും, നടന്മാർക്ക് കൊടുത്താൽ വലിക്കാറില്ല. അങ്ങനെയില്ല. അങ്ങനെ മുതലും പലിശ ചേർത്ത് കിട്ടി. കൊച്ചുപേട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം ഭയങ്കര തെരുവിളിയാണ്. കമന്റ്സിലാണ് തെരുവിളിയാ. ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയില്ല മുതലാളി എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. കിട്ടണേ കമന്റ് ബോക്സ് ഓഫ് ആക്കിയാൽ മതി. കോമാളിത്തം, അപരാധം, അഡൾട്ടാ ഈ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലൊരു പോക്കേ. 3 എണ്ണത്തിൽ താങ്കൾ പറയും 1 അപരാധം, 2 കോമാളിത്തരം, 3 അഡൾട്ടറി. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കെട്ടവനെ. സാധനം ചെയ്യുമ്പോൾ ഒന്നുകിൽ അവനവന് ഗുണം വേണം, അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗുണം. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഇല്ലാതെ മൊത്തം വേസ്റ്റ് ആയിട്ട് ചെയ്യണ്ട. വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ തൊഴിൽ രഹിതരെ ആക്കല്ലേ. ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണിയിട്ടും വീട്ടിലിരിക്കും. അത്രയും വേണോ സാർ? വേണം. ഏത് സ്ഥലത്ത് നിന്നാലും നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ ഉണ്ട്. പാലം കിടന്നപ്പോ കൂരാണ് അല്ലേ? ഇതുപോലത്തെ 3-ാം കിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. മറ്റുള്ളവർ വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അടൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അവൻ കൊണ്ടും കൊടുത്തും പെടുത്തും നടക്കണവനാണ്. സന്തോഷത്തിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നായമാണോ ഏത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട്. സായി എന്റെ കോമാളിത്തരം നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചു നടത്താൻ ഒരു മൂർഖം പാമ്പിനെയാണ് നിങ്ങൾ നോവിച്ചതെന്ന് ഓർമ്മ വേണം. നമ്പ്യാരൊന്ന് മീറി ഈ ചർച്ച ടെലികാസ്റ്റ് ചെയ്ത കുട്ടികൾ വഴിതെറ്റും. അതാണ് ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.